നമസ്കാരം. കേരളത്തിൽ ഇന്നിപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഒരു ദൃശ്യം അങ്ങോട്ട് കണ്ടേ. ഒരു മൂരിയുടെ തലയ്ക്കകത്ത് ഒരു എരുമക്കുട്ടി ആയിപ്പോയതാണ് ദൃശ്യം. ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും സുഡാപ്പികളുടെയും ഇടയിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ കഴുത്ത് കുരുങ്ങിപ്പോയി എന്നതിൻ്റെ അവസ്ഥയാണ്. ഇതിനി ഊരിയെടുക്കാൻ പറ്റില്ല. കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി സുഡാപ്പികളെയും മൗദൂദികളെയും അടുത്തിരുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ കൊമ്പിനിടയിലേക്ക് കഴുത്തായിപ്പോയി. ഇപ്പോൾ പുറത്തേക്ക് ഊരാനും പറ്റുന്നില്ല. അതവിടെ ലോക്കായ അവസ്ഥയിലാണ്. ഈ ദൃശ്യം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ആകസ്മികമായി ഒരിടത്ത് സംഭവിച്ചു. ആ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ആ രാഷ്ട്രീയ സന്ദേശം കണ്ടിട്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു. അവരുടെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സതീശൻ ആവർത്തിച്ച് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതാണ് അവസ്ഥ. ആ വലിയ കൊമ്പിനിടയിൽ സതീശൻ കൊണ്ടുവന്ന് കോൺഗ്രസിനെ കയറ്റി. അതിന് ചരട് വലിച്ചതോ സുഡാപ്പികളുടെ രാജകുമാരനായിട്ടുള്ള ഷാഫി പറമ്പിലാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന മതേതര പാർട്ടിയെ ഇപ്പോൾ വർഗീയ പാർട്ടിയാക്കി മാറ്റിയത് എങ്ങനെ എന്നത് ആ ദൃശ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ചില കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ പ്രകൃതി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഇതെങ്കിലും കണ്ടിട്ട് ബോധ്യപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. അത് കണ്ടിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തവരെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി തന്നെ സൃഷ്ടിച്ച ഈ ദൃശ്യം തന്നെയാണ് അതിന് കൃത്യമായ ഉത്തരമെന്ന് പറയേണ്ടി വരികയാണ്.